ഹായ് മക്കളെ, നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ചില കോമ്പൗണ്ടുകൾ പരിചയപ്പെടുകയായിരുന്നു. നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ചില കോമ്പൗണ്ടുകൾ പരിചയപ്പെടുമ്പോൾ അതിൽ ആദ്യത്തെ കോമ്പൗണ്ട് ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ പറയുന്ന കാൽസ്യം ഓക്സൈഡ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടാണ്, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു വെടിക്ക് ധാരാളം പക്ഷികളാണ്. രണ്ടാമത്തെ കോമ്പൗണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വി ക്യാൻ ബി സേ ഇറ്റ് ആസ് സ്ലേക്കഡ് ലൈം. രണ്ടാമത്തെ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സ്ലേക്കഡ് ലൈം എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ഈ സ്ലേക്കഡ് ലൈമിൻ്റെ അക്വസ് സൊല്യൂഷൻ ഉണ്ടല്ലോ, വാട്ടർ കണ്ടെയ്നിങ് സൊല്യൂഷൻ, ഈ സ്ലേക്കഡ് ലൈമിൻ്റെ അക്വസ് സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ എന്നാണ് നമ്മൾ എന്താക്കുക വിളിക്കുക. നമ്മൾ കുടിക്കുന്ന ലൈം അല്ല കേട്ടോ, ഇവിടെ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്ന സംഗതിയാണിത്. സ്ലേക്കഡ് ലൈമിൻ്റെ അക്വസ് സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. നോക്കൂ, തുടക്കത്തിൽ എങ്ങനെയാണ് ഈ ലൈം വാട്ടറിൻ്റെ പ്രത്യേകത എന്നാണ് പറയുന്നത്. ഈ ലൈം വാട്ടറിലൂടെ, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുമ്പോൾ അത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് എന്താവും മാറും. ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുമ്പോൾ അത് പാൽ നിറമായി മാറുന്നു എന്ന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറയുന്ന ചുണ്ണാമ്പ് വെള്ളം. ഈ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുമ്പോൾ അത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന മിൽക്കി അപ്പിയറൻസ് ആയിട്ട് എന്താവും മാറും, പാൽ നിറമായിട്ട് എന്താവും മാറും. റെഡി? ഈ മിൽക്കി അപ്പിയറൻസ് ഉള്ള പാൽ നിറമായ വെള്ളത്തിലൂടെ വീണ്ടും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്താകുന്നു, കടന്നു പോകുന്നു. പാൽ നിറമായിട്ടുള്ള വെള്ളത്തിലൂടെ വീണ്ടും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്താകുന്നു, കടന്നു പോകുന്നു. വീണ്ടും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത് അത് കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് എന്താവും മാറും. കാൽസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ നിറം എന്ന് പറയുന്നത്, അതിൻ്റെ പാൽ നിറം മാറിയിട്ട് അത് സാധാരണ നിറമില്ലാത്ത പച്ചവെള്ളം പോലെ ആയിട്ട് എന്താവും മാറും. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിറ്റക്ഷൻ ടെസ്റ്റ് ഫോർ അവർ ലൈം ഓർ സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷൻ ടെസ്റ്റാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ സ്ലേക്കഡ് ലൈമിലൂടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത് അത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന മിൽക്കി അപ്പിയറൻസ് ആയിട്ട് എന്താവും മാറും. ആ മിൽക്കി അപ്പിയറൻസ് ഉള്ള കാൽസ്യം കാർബണേറ്റിലൂടെ വീണ്ടും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത് അത് കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് എന്താവും മാറും. അപ്പോൾ അതിൻ്റെ പാൽ നിറം മാറിയിട്ട് അത് സാധാരണ പച്ചവെള്ളം പോലെ ആയിട്ട് എന്താവും മാറും. റെഡി? ഇനി ഈ പറയുന്ന ചുണ്ണാമ്പ് പൊടിയിലൂടെ, കുമ്മായപ്പൊടിയിലൂടെ, സ്ലേക്കഡ് ലൈമിൻ്റെ ഡ്രൈ ഫോം കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ടാണ് ബ്ലീച്ചിങ് പൗഡർ. ഉണങ്ങിയ കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് ഏത്, ബ്ലീച്ചിങ് പൗഡർ. റെഡി? ദിസ് ഇസ് another important thing. ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്, ദിസ് ഇസ് ദ സെക്കൻഡ് തിങ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ ലൈം, നമ്മൾ പറയുന്ന സാധാരണ എന്താ പറയുക, ചുണ്ണാമ്പ് കല്ലിൻ്റെ മറ്റൊരു വേർഷനാണ് സ്ലേക്കഡ് ലൈം. അതിലൂടെ അതിൻ്റെ വെള്ളത്തെ നമ്മൾ ലൈം വാട്ടർ എന്നാണ് പറയുക. ആ ലൈം വാട്ടറിലൂടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുമ്പോൾ ആദ്യം അത് മിൽക്കി അപ്പിയറൻസ് ആയിട്ട് എന്താവും മാറും. തുടർന്ന് അതിലൂടെ വീണ്ടും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത് അത് കളർലെസ് ആയി കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് എന്താവും മാറും. റെഡി? ഇനി ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ പറയുന്ന
എന്താ പറയുക, കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കോമ്പൗണ്ട് ആണെന്ത് ബ്ലീച്ചിങ് പൗഡർ എന്നുള്ള പേരിൽ നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മോർട്ടാർ. ഇത് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി കേട്ടോളൂ കേട്ടോ. മോർട്ടാറുകളുടെ, ഈ ആയുർവേദ കടകളിൽ ഇടിക്കാൻ ഉപയോഗിക്കുന്ന മോർട്ടാറുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വൈറ്റ് വാഷ്. അതായത് നമ്മൾ പറയും കുമ്മായം പൂശുക എന്നല്ലേ, വൈറ്റ് വാഷിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഗ്ലാസ് മേക്കിംഗ്. ഗ്ലാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മളിത് എന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ, പഞ്ചസാര പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ പറയുന്ന സ്ലേക്കഡ് ലൈം കേട്ടോ. ഇനി നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് അവർ ലൈം സ്റ്റോൺ. നമ്മൾ പറയുന്ന ചുണ്ണാമ്പ് കല്ല്. ലൈം സ്റ്റോണിനെയാണ് നമ്മൾ ചുണ്ണാമ്പ് കല്ല് എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. കാൽസ്യം കാർബണേറ്റ്, അതാണ് നമ്മൾ പറയുന്ന ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്. റെഡി. ഈ ചുണ്ണാമ്പ് കല്ലിൻ്റെ സിന്തസിസുകൾ, നിർമ്മാണങ്ങൾ പലതാണ്. ഒന്ന്, നമ്മൾ പറയുന്ന സ്ലേക്കഡ് ലൈമിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യിച്ചാൽ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സ്ലേക്കഡ് ലൈമിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യിച്ചാൽ ഫോം ചെയ്യുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യിച്ചാൽ ഫോം ചെയ്യുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. മറ്റൊന്ന് നമ്മുടെ വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ് കേട്ടോ. വാഷിംഗ് സോഡയിലൂടെ നമ്മൾ കാൽസ്യം ക്ലോറൈഡുമായിട്ട് എന്താക്കുന്നു, ട്രീറ്റ് ചെയ്യുന്നു. വാഷിംഗ് സോഡയെ നമ്മൾ കാൽസ്യം ക്ലോറൈഡുമായിട്ട് എന്താവുന്നു, ട്രീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വാഷിംഗ് സോഡ കാൽസ്യം ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് 2 സോഡിയവും 2 ക്ലോറിനും കൂടി 2 സോഡിയം ക്ലോറൈഡ് ആയിട്ട് എന്താവും, മാറും. 2 സോഡിയവും 2 ക്ലോറിനും കൂടി 2NaCl ആയിട്ട് എന്താവും, മാറും. ബാക്കി എന്താ ഉള്ളത്, Caയും CO3യും ബാക്കിയല്ലേ. നിങ്ങൾക്ക് CaCO3 പ്രോഡക്റ്റ് ആയിട്ട് എന്താവും, ലഭിക്കും. ഇനി ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ, ലൈം സ്റ്റോണിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട സവിശേഷതയാണ് നമ്മൾ പറയുന്ന ലൈം സ്റ്റോൺ കാൽസ്യം കാർബണേറ്റിനെ 1200 കെൽവിനിൽ എന്താക്കുന്നു, ചൂടാക്കുന്നു. നമ്മൾ പറയുന്ന ലൈം സ്റ്റോണിനെ, കാൽസ്യം കാർബണേറ്റിനെ 1200 കെൽവിൻ ടെമ്പറേച്ചറിൽ എന്താക്കുന്നു, ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഇത് വിഘടിക്കും, ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് എന്താവും, മാറും. കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും അതോടൊപ്പം തന്നെ കാർബൺ ഡയോക്സൈഡുമായിട്ട് എന്താവും, മാറും. റെഡി. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൽസ്യം കാർബണേറ്റ്, ലൈം സ്റ്റോൺ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മാർബിൾ. മാർബിളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്യുക്ക് ലൈം. ക്യുക്ക് ലൈമിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും ഇതെന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ക്യുക്ക് ലൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാൽസ്യം ഓക്സൈഡിനെയാണ് ക്യുക്ക് ലൈം എന്ന് നമ്മൾ എന്താക്കുന്നത്, പറയുന്നത്. ദർ ഇസ് എ സെക്കൻഡ് തിങ്. ഈ ലൈം സ്റ്റോൺ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതാണ്. വി ക്യാൻ ബി പ്രിപ്പയറിങ് ഹൈ ക്വാളിറ്റി പേപ്പർ. നമുക്ക് ഹൈ ക്വാളിറ്റി പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താവും, സാധിക്കും. നോർമലിൽ നിന്ന് മാറി ഹൈ ക്വാളിറ്റി പേപ്പറുകൾ ഇതുവഴി എന്താക്കാൻ പറ്റും, സിന്തസൈസ് ചെയ്യാം. ദെൻ
കാൽസ്യം കാർബണേറ്റ് വിൽ ബി യൂസ്ഡ് ആസ് എ അന്റാസിഡ്. നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് മുൻപായി നമ്മുടെ ശരീരത്തിൽ സുവോളജിക്കാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും, സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതാണ് ഡയജഷന് സഹായിക്കുന്നത്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ മറ്റ് അസിഡിക് ആയ പദാർത്ഥങ്ങളും നമ്മൾ കഴിക്കുക വഴി അസിഡിറ്റി കൂടുകയും അങ്ങനെ നമ്മൾ അസിഡിറ്റി കുറയ്ക്കാൻ ആൻറ്റാസിഡുകൾ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും. മറ്റൊന്ന്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. Another one, this is used for the preparation of chewing gum. ച്യൂയിംഗത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും നമ്മൾ എന്താക്കുന്നുണ്ട്, ഈ പറയുന്ന ലൈം സ്റ്റോൺ എന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ച്യൂയിംഗ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഈ ഉപയോഗിക്കുന്ന ച്യൂയിംഗ് ഒക്കെ ഈ പറയുന്ന ചുണ്ണാമ്പ് കല്ലിലാണ് ഉണ്ടാക്കണമെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. റെഡി അല്ലേ മക്കളെ? കാര്യം മനസ്സിലായോ എല്ലാവർക്കും? എഗെയിൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യത്തിൻ്റെ അവസാനത്തെ കോമ്പൗണ്ട് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്. വി ക്യാൻ ബി ഡിസ്കസ് അബൌട്ട് ദാറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്ന അടുത്ത കോമ്പൗണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ CaSO4 ഇൻറ്റു ½ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. CaSO4 ഇൻറ്റു ½ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. നോക്കാം എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന്. നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കിയെടുക്കുന്നത് ജിപ്സം സ്റ്റോണുകൾക്കകത്ത് നിന്നാണ്, ജിപ്സം കല്ലുകൾക്കകത്ത് നിന്നാണ്. ഈ ജിപ്സം കല്ലുകളെ നമ്മൾ 393 കെൽവിനിൽ ചൂടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഒന്നുകിൽ CaSO4 ഇൻറ്റു ½ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2CaSO4 ഇൻറ്റു H2O എന്ന് എഴുതാം. ഒരു CaSO4-ന് ½ അപ്പോൾ 2 CaSO4-ന് 1 H2O. റെഡി. ജിപ്സം സ്റ്റോണുകളെ 393 കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് ആണെന്ത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇതിൻ്റെ അൺഹൈഡ്രസ് ഫോം, വെള്ളമില്ലാത്ത ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് സെറ്റിലാവുകയാണ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത്, വെള്ളം ചേർക്കുന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് എന്താവും, സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും കേട്ടോ. വളരെ ഫാസ്റ്ററായിട്ട് വളരെ വേഗതയിൽ ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും. അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 5 മുതൽ 15 മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് തന്നെ ഇതൊരു പ്ലാസ്റ്റിക് മാസായിട്ട്, കട്ടിയായിട്ടുള്ള മാസായിട്ട് എന്താവും, മാറും. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്ന് പറയാറുണ്ട് കേട്ടോ. ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്ന് ഇതിനെ എന്താക്കാറുണ്ട്, പറയാറുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ വെള്ളത്തിലിട്ട് കുഴച്ച് ഒരു 5 മുതൽ 15 മിനിറ്റ് വരെയുള്ള സമയം നോക്കി കഴിയുമ്പോഴേക്ക് അത് ഉറച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്ന് പറയാനുള്ള കാരണം. ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്ലാസ്റ്റർ ഫോർ സ്പ്രെയിൻ, ഉളുക്കോ ചതവോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫ്രാക്ചേഴ്സ് ഫോർ ബോൺസ്, എല്ലുകൾക്കുണ്ടാകുന്ന ഫ്രാക്ചറുകൾ, റെഡി, എല്ലുകൾക്കുണ്ടാകുന്ന ഫ്രാക്ചറുകൾ, അതുപോലെ തന്നെ സ്പ്രെയിന്, ഉളുക്ക് ചതവുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താക്കുന്നത്, ഉപയോഗിക്കുന്നത്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്, ദിസ് ഈസ് മേക്കിംഗ് സ്റ്റാച്യൂസ്. പ്രതിമകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണെന്ത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് നമ്മൾ എന്താക്കുന്നത്, പറയുന്നത്. റെഡിയല്ലേ? കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ടുകളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കുഞ്ഞു കോമ്പൗണ്ടേ ഉള്ളൂ, തീരാറായി കേട്ടോ.
ഇനി ഒരു കുഞ്ഞു കോമ്പൗണ്ട് ഉള്ളൂ. കുഞ്ഞു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ കോമ്പൗണ്ട് ആയിരിക്കും. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്, സിമെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത കോമ്പൗണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ്. വി ക്യാൻ ബി ഡിസ്കസ് അബൌട്ട് സിമെന്റ്. റെഡി? ജോസഫ് ആസ്പിഡിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് സിമെന്റ് എന്താക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന, സിമെന്റിനെ പോലെ തന്നെ തോന്നിക്കുന്ന നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ലൈം സ്റ്റോൺ അദ്ദേഹം എന്താക്കി, കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സിമെന്റിനെ പോർട്ട്ലാൻഡ് സിമെന്റ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ജോസഫ് ആസ്പിഡിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിമെന്റിനെ പോർട്ട്ലാൻഡ് സിമെന്റ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ജോസഫ് ആസ്പിഡിൻ ആണ് ഇതെന്താക്കിയിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റെഡി? ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത് സിമെന്റിന്റെ പ്രിപ്പറേഷനിൽ എന്ന് ചോദിച്ചാൽ, നമ്മൾ സിമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലൈം സ്റ്റോണും ക്ലേയും ഒരു റോട്ടറി ഫർണസിൽ വെച്ചിട്ട് 1500 ഡിഗ്രി സെൽഷ്യസിൽ എന്താക്കും, ചൂടാക്കും. ലൈം സ്റ്റോണും ക്ലേയും നമ്മൾ ഒരു റോട്ടറി ഫർണസിൽ വെച്ചിട്ട് 1500 ഡിഗ്രി സെൽഷ്യസിൽ എന്താക്കും, ചൂടാക്കും. ഇങ്ങനെ ചൂടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമന്റ് ക്ലിങ്കർ എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ലൈം സ്റ്റോണും ക്ലേയും 1500 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ റോട്ടറി ഫർണസിൽ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമന്റ് ക്ലിങ്കർ എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ഈ സിമന്റ് ക്ലിങ്കറിലേക്ക് ആവശ്യത്തിന് ജിപ്സം ചേർക്കുമ്പോൾ നമ്മുടെ പൗഡർ ഫോമിലുള്ള സിമന്റ് ആയിട്ട് എന്താവും, മാറും. ഈ ഫോം ചെയ്തിട്ടുള്ള കട്ടയായിട്ടുള്ള സിമന്റ് ക്ലിങ്കറിലേക്ക് ആവശ്യത്തിന് ജിപ്സം ചേർക്കുന്ന സമയത്ത് അത് സിമന്റ് ആയിട്ട് എന്താവും, മാറും. ബേസിക്കലി നിങ്ങൾ ചേർക്കുന്ന ജിപ്സത്തിൻ്റെ എമൗണ്ടിനനുസരിച്ച്, ആഡ് ചെയ്യുന്ന ജിപ്സത്തിൻ്റെ അളവിനനുസരിച്ച് ഈ സിമന്റ് സെറ്റിങ്ങിൻ്റെ സമയവും എന്താവും, മാറും. അപ്പോൾ സെറ്റിംഗ് ഓഫ് സിമന്റിൻ്റെ സമയം നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ജിപ്സമാണ് എന്ന് ചുരുക്കം. റെഡി? ജിപ്സം ആഡ് ചെയ്യുന്ന അളവിൽ കൂടിയും കുറഞ്ഞും അളവിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് സെറ്റിംഗ് ഓഫ് സിമെന്റിലും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. റെഡി? സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ സിമെന്റ് മോളിക്യൂളുകളെ വാട്ടർ ഉപയോഗിച്ച് ഹൈഡ്രേഷൻ നടത്തുന്ന സമയത്ത് അതെന്താവും, ഹാർഡൻ ചെയ്തു പോവും, സഫിഷ്യൻ്റ്ലി ഹാർഡൻഡ് ആയി പോവും. ആ ഒരു പ്രോസസ്സിനെയാണ് സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. അതായത് സിമെന്റ് പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കുഴയ്ക്കണ സമയത്ത് സിമെന്റ് എന്തായി പോവും, കട്ടയായിട്ട് എന്താവും, ഉറച്ചു പോവും, സഫിഷ്യൻ്റ്ലി ഹാർഡൻഡ് ആയിട്ട് എന്താവും, മാറും. അതിനെയാണ് നമ്മൾ സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സിമെന്റ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ട് ആണെന്ത്, സിമെന്റ്. കൺസ്ട്രക്ഷനും പ്ലാസ്റ്ററിങ്ങിനും ഒക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണെന്ത്, സിമെന്റ്. കേട്ടോ? ഇനി കഴിഞ്ഞു. ഈ ഒരു ഗ്രൂപ്പിലെ അടുത്ത ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. വാട്ട് ആർ ദ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാൽസ്യം? എന്തൊക്കെയാണ് മെഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെഗ്നീഷ്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ കോഫാക്ടർ ഫോർ ATP ഫോസ്ഫേറ്റ്. ATP ഫോസ്ഫേറ്റിൻ്റെ കോഫാക്ടറാണ് നമ്മൾ ഈ പറയുന്ന മെഗ്നീഷ്യം. അതോടൊപ്പം തന്നെ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ക്ലോറോഫില്ലിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകവും ഈ പറയുന്ന മെഗ്നീഷ്യം ആണ്. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വസ്തുവാണെന്ത്, ഈ പറയുന്ന മെഗ്നീഷ്യം.
അപ്പോൾ ആ മെഗ്നീഷ്യം അല്ല, ക്ലോറോഫിൽ. ആ ക്ലോറോഫിൽ വരുന്നതും ഏതിനകത്ത് നിന്നാണ്? മെഗ്നീഷ്യത്തിനകത്ത് നിന്നാണ്. ഇനി കാൽസ്യത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, 99% ബോൺസിലും അതോടൊപ്പം തന്നെ ടീത്തിലും, എല്ലുകളിലും പല്ലുകളിലും കേട്ടോ, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാരണക്കാരനായി മാറുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണെന്ത്? കാൽസ്യം. ദ കാൽസ്യം ഈസ് ഓൾസോ ഇൻവോൾവ്ഡ് ഫോർ ന്യൂറോ മസ്കുലാർ ആക്ടിവിറ്റി. ന്യൂറോ മസ്കുലാർ ആക്ടിവിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവും കൂടിയാണ് നമ്മൾ ഈ പറയുന്ന കാൽസ്യം. അതോടൊപ്പം തന്നെ കാൽസ്യത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത് ഇതാണ്, കാൽസ്യം ദിസ് ഈസ് ഇൻവോൾവ്ഡ് ഫോർ ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് കൊയാഗുലേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകവും കൂടിയാണ് നമ്മൾ ഈ പറയുന്ന കാൽസ്യം കേട്ടോ. ഇത്രയുമാണ് നമ്മൾ പറയുന്ന കാൽസ്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്. ഞാനിനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പറയാം. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്താവുകയാണ്? അവസാനിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. Lithium and magnesium belongs to first and second group in the periodic table. They resemble with each other. ഒന്നാമത്തെ ഗ്രൂപ്പിലെ ലിഥിയവും രണ്ടാമത്തെ ഗ്രൂപ്പിലെ മെഗ്നീഷ്യവും തമ്മിൽ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പിലാണെങ്കിലും സമാന സ്വഭാവങ്ങൾ കാണിക്കുന്നു. നെയിം സച്ച് റിലേഷൻഷിപ്പ്. ലിഥിയവും മെഗ്നീഷ്യവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് പേരാ പറഞ്ഞത്? ഡയഗണൽ റിലേഷൻഷിപ്പ് കേട്ടോ. Then illustrate the similarity of lithium and magnesium in their properties. ലിഥിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും പ്രോപ്പർട്ടീസിലെ സിമിലാരിറ്റികൾ പറയാൻ, സിമിലർ ഇൻ സൈസ്, സിമിലർ ഇൻ അയോണിക് ചാർജ്, സിമിലർ ഇൻ റേഡിയസ് റേഷ്യോ, ഇതെല്ലാം നമ്മൾ പറയുന്ന സിമിലാരിറ്റികളാണ്. ഇനി there is a next one. A student is doing as an experiment in the laboratory using sodium. Suddenly a piece of sodium falls into liquid ammonia. What change can you observe in liquid ammonia? ഒരു പീസ് ഓഫ് സോഡിയം വെള്ളത്തിൽ പോയാലല്ല ചോദിച്ചത്, അമോണിയക്കകത്ത് പോയാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ലിക്വിഡ് അമോണിയയുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് പറഞ്ഞിരുന്നു. ലിക്വിഡ് അമോണിയയുമായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞ റിയാക്ഷൻ ഇതാണ്. ലിക്വിഡ് അമോണിയയുമായിട്ട് ഏതൊരു ആൽക്കലി മെറ്റലോ ആൽക്കലൈൻ എർത്ത് മെറ്റലോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് അമോണിയേറ്റഡ് കാറ്റയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണുമായിട്ട് എന്താവും? മാറും. ഇങ്ങനെ അമോണിയേറ്റഡ് കാറ്റയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണുമായി മാറുന്ന സമയത്ത് അതിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ കളറാണ്, പാരാമാഗ്നറ്റിക് ആണ്. ഇഫ് ദ സൊല്യൂഷൻ ഇസ് കെപ്റ്റ് ഫോർ എ ലോങ് ടൈം ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ബ്രൗൺ കളർ. വൈ? കുറച്ച് സമയം വെക്കുമ്പോൾ ഈ പാരാമാഗ്നറ്റിക് ആയ ബ്ലൂ കളറുള്ള അമോണിയ സൊല്യൂഷനകത്ത് നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്തു പോവുകയും അത് അമൈഡായി മാറുകയും എന്താവും ചെയ്യും. അങ്ങനെ അമൈഡായി മാറുന്ന സമയത്ത് അതിൻ്റെ കളർ എന്താണ്? അമൈഡായി മാറുമ്പോൾ ബ്രൗൺ കളറാണ്. സ്വഭാവം മാറി അത് ഡയാമാഗ്നറ്റിക് ആയിട്ട് എന്താവും? മാറും. ഞാൻ എളുപ്പത്തിനുള്ള ചോദ്യം വായിച്ചു പോവുമല്ലോ കേട്ടോ. ഇനി we use soaps and detergents for washing clothes, but in older days people using washing soda for that purpose. Can washing soda can be used to clean clothes in all types of water? Justify your answer. Ready? സോഡിയം കാർബണേറ്റിനെ പറ്റിയാണ് ചോദ്യം. പണ്ട് കാലത്ത് സോഡിയം കാർബണേറ്റ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സാധാരണ വാട്ടർ ആണെങ്കിലും ഹാർഡ് വാട്ടർ ആണെങ്കിലും ഏത് വാട്ടറിനകത്തുമുള്ള ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റിന് ഒരു ടെൻഡൻസി ഉണ്ട്. ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു റിമൂവ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഈ പറയുന്ന സോഡിയം കാർബണേറ്റ് കൊണ്ട് എന്താവും? സാധിക്കും. ഇനി by passing chlorine gas through a colorless solution we get a bleaching powder. ക്ലോറിൻ ഗ്യാസിനെ
ഒരു കളർലെസ് സൊല്യൂഷനിലൂടെ അല്ലെങ്കിൽ ഒരു പൗഡറിലൂടെ കടത്തിവിടുമ്പോൾ നിങ്ങൾക്ക് ബ്ലീച്ചിങ് പൗഡർ എന്താവും ലഭിക്കും. റെഡി? വാട്ട് ഹാപ്പൻസ് ഇഫ് CO2 is passed instead of Cl2? അതേ സാധനത്തിലൂടെ തന്നെ ക്ലോറിൻ ഗ്യാസിന് പകരം കാർബൺ ഡയോക്സൈഡ് കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? ക്ലോറിൻ ഗ്യാസിന് പകരം കാർബൺ ഡയോക്സൈഡ് കടന്നു പോകുമ്പോൾ അത് കാൽസ്യം കാർബണേറ്റ് ആയി മാറുകയും മിൽക്കി അപ്പിയറൻസ് ആയി മാറുകയും എന്താവും ചെയ്യും. When CO2 is passed in excess, what changes can you observe? എക്സസ് എമൗണ്ടിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുമ്പോൾ അവിടെ എന്ത് ചേഞ്ച് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? എക്സസ് എമൗണ്ടിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത് അവിടെ അത് കാൽസ്യം ബൈകാർബണേറ്റ് ആയി മാറുകയും മിൽക്കി കളർ ഡിസപ്പിയർ ചെയ്ത് കളർലെസ് ആയ സൊല്യൂഷൻ ആയി മാറുകയും എന്താവും ചെയ്യും. Ready? Then there is another one. There are two compounds of sodium whose formulae are different by one hydrogen atom. Both compounds are prepared in the same process. സോഡിയത്തിൻ്റെ 2 കോമ്പൗണ്ടുകൾ ഉണ്ട് അത്രേ. അവർ രണ്ടുപേരും തമ്മിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഒരു പ്രോസസ്സിലൂടെയാണ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണ് ആ കോമ്പൗണ്ടുകൾ എന്നാണ് ചോദ്യം. ഏതൊക്കെയായിരുന്നു സോഡിയത്തിൻ്റെ 2 കോമ്പൗണ്ടുകൾ ഒരേ പ്രോസസ്സിൽ ഉണ്ടാക്കുന്നത്? ഒന്ന് സോഡിയം കാർബണേറ്റും മറ്റൊന്ന് സോഡിയം ബൈകാർബണേറ്റും. അത് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സോൾവേ പ്രോസസ്സ് എന്നാണ് നമ്മൾ എന്താക്കുക? വിളിക്കുക. റെഡി? ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ സഹായമല്ല, മറിച്ച് ലോജിക്കാണ് വേണ്ടത്. ബാലൻസിങ് ടെക്നിക്കും അതുവഴി തന്നെയാണ് നിങ്ങൾ എന്താക്കേണ്ടത്? പഠിക്കേണ്ടത് കേട്ടോ. നോക്കാം നമുക്ക്. ആദ്യത്തേത് ഇതാണ്, ലിഥിയം പ്ലസ് നൈട്രജൻ. തൽക്കാലം ഞാൻ ബാലൻസ് ചെയ്തിട്ട് പറയാം. 6 lithium plus nitrogen gives, ലിഥിയത്തിന് മാത്രമുള്ളൊരു സ്വഭാവ സവിശേഷതയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ലിഥിയം ഡയറക്റ്റായി നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ലിഥിയം നൈട്രൈഡ് ആയിട്ട് എന്താവും? മാറും. There is another one, lithium nitrate കേട്ടോ. Nitrate that can be undergo heating. ലിഥിയം നൈട്രേറ്റ് എന്താക്കുന്നു? ചൂടാക്കുന്നു. റെഡി? യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് 2Li2O പ്ലസ് 4NO2 പ്ലസ് O. ലിഥിയം ഓക്സൈഡ് ആണ് എന്താകുന്നത്? ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ there is another one, sodium nitrates undergo heating. ഒന്ന് ചെയ്ത് നോക്കിക്കേ. സോഡിയം നൈട്രേറ്റ് എന്താക്കുന്നു? ചൂടാക്കുന്നു. സോഡിയം നൈട്രേറ്റ് ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സോഡിയം നൈട്രൈഡ് പ്ലസ് ഓക്സിജൻ ആയിട്ട് എന്താവും? മാറും. ഇനി ഡൈബൊറൈൻ ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രൈഡ്. ഡൈബൊറൈനിനെ സോഡിയം ഹൈഡ്രൈഡുമായിട്ട് എന്താക്കുന്നു? ട്രീറ്റ് ചെയ്യുന്നു. ഇത് 2NaBH4 സോഡിയം ബോറോഹൈഡ്രൈഡ് ആയിട്ട് എന്താവും? മാറും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ, പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് തോന്നിയിട്ടുള്ള ചില ഇക്വേഷൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. റെഡി? അതുപോലെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലി മെറ്റലുകളെയും അതോടൊപ്പം തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റലുകളെയും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽ, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ആൽക്കലി മെറ്റലുകളെല്ലാം തന്നെ സോഫ്റ്റ് ആണ്, എന്നാൽ ആൽക്കലൈൻ എർത്ത് മെറ്റലുകളെല്ലാം തന്നെ എന്താണ്? ഹാർഡാണ്.
ആൽക്കലി മെറ്റലുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റലുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. റെഡി? ഇനി ലിഥിയം ഒഴികെ ബാക്കിയുള്ള ഒരാളും തന്നെ കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നില്ല. എക്സെപ്റ്റ് ലിഥിയം, the other elements do not form complexes. ഇവിടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിൽ all alkaline earth metals are forming complexes. എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റലുകളും കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. റെഡി? ഇനി ആൽക്കലി മെറ്റലുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് they containing carbonates are soluble in water. ഈ ആൽക്കലി മെറ്റലുകൾ ഉണ്ടാക്കുന്ന കാർബണേറ്റുകളെല്ലാം തന്നെ വാട്ടറിൽ എന്താവും? സോല്യൂബിൾ ആവും. എന്നാൽ ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ ഉണ്ടാക്കുന്ന കാർബണേറ്റുകളൊന്നും തന്നെ വാട്ടറിൽ എന്താവുകയില്ല? സോല്യൂബിൾ ആവുക ഇല്ല. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിനകത്തുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ കേട്ടോ. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായോ സംഗതി? റെഡി? താങ്ക് യു ഓൾ ഓഫ് യു.